ദോശയിലും നടക്കൂല. ഇന്ന് രണ്ടിലൊന്നും തീരുമാനിക്കും. രണ്ടിലൊന്നല്ല, ഒന്നും വേണ്ട, രണ്ടും വേണ്ട, നിങ്ങൾ ഒട്ടും വേണ്ട. ഇതുപോലെ സംശയിക്കുന്ന ഒരു മനുഷ്യൻ എന്റെ ജീവിതത്തിൽ വന്ന് കേറിയല്ലോ ഭഗവാനെ. സംശയിക്കൂലേ തന്നെ? സംശയിക്കുന്ന മനുഷ്യൻ ഇന്നലെ രവി എന്തുണ്ട് എന്റെ വീട്ടിൽ വന്നത്? ഗ്യാസ് കണക്ഷൻ എടുക്കാൻ. അവൻ ഗ്യാസ് കണക്ഷൻ ഇല്ല, അവൻ നിനക്ക് കണക്ഷൻ തരാൻ വന്നാണെന്ന് എനിക്ക് മനസ്സിലായി. കണക്കായി പോയി, നിങ്ങൾക്ക് കഴിവില്ലാത്തോണ്ടല്ലേ. പ്രശ്നം എന്താ? ആലോചിച്ച് നോക്കി, ഈ കണ്ടാമൃഗത്തിനെ കണ്ടു ഞാൻ എങ്ങനെ ജീവിക്കും? അയ്യോ, ഭർത്താവിനെ അങ്ങനെ വിളിക്കാൻ പാടില്ല. ആണോ? പിന്നെ ഞാൻ ഇതിനെ എന്ത് വിളിക്കും? ശരിയാ, ഇതിനിപ്പോ എന്ത് വിളിക്കാനാ? എന്താ അതാരും നിങ്ങളെ എന്റെ ഭാര്യ ഇനി എന്നെ പറ്റി വല്ല പറഞ്ഞ പുല്ലിനെ ചവിട്ടി ഒട്ടി വലിയ കാര്യമുള്ള കാര്യം. തലയ്ക്ക് സുഖമില്ലാത്തവരാണ് കേട്ടോ, ഒന്നും മിണ്ടല്ല. സാറേ, ഞാൻ മുന്നേ പറഞ്ഞില്ലേ നിങ്ങൾക്ക് സംശയമാണ് എന്നെ. ഞാൻ നിങ്ങളെ കേസ് പഠിച്ചു. അത് ശരി, ഇപ്പൊ പഠിക്കണമെന്നോ നിങ്ങള്? ഇത് എന്റെ സ്വഭാവം. ഇത് സംശയമാണോ? സംശയമാണ്. എങ്ങനെ സംശയിക്കാതിരിക്കും? സാറ് കേൾക്കണം, നമ്മളെ രാഘവൻ രാവിലെ 10 മണിക്ക് എന്ത് പറമ്പി പറഞ്ഞത്? എന്തിനു പറഞ്ഞ? പശുവിന് പുല്ല് പറിക്കാനായിട്ട്. അയ്യോ, പശു പാവം, പശു പറിച്ചുണ്ടങ്ങ് പോട്ടെ. ഉച്ചയ്ക്ക് 2:30 എന്തിനു പറഞ്ഞത്? പശുവിന് വിശക്കില്ലേ, പശുവിന് പുല്ല് പറിക്കാൻ വേണ്ടി വരണത്. ഓക്കെ, ആയിക്കോട്ടെ. പാതിരാത്രി 12 മണിക്ക് എന്തിനുണ്ടാകാൻ പറഞ്ഞത്? പശുവിനറിയോ പാതിരാത്രിയാണോ ഉച്ചയാണോ എന്ന്? പശുവിന് വിശക്കുമ്പോ പുല്ല് പറിക്കാൻ വരും. എന്റെ പൊന്ന് സാറേ, ആപ്പാടെ 2 സെന്റ് വസ്തു കൊണ്ട് ഈ വിഷം പറഞ്ഞ് ഇതിന് മാത്രം പുല്ല് അവന് പറിക്കാൻ എവിടെ കിടക്കണം എനിക്ക് അറിഞ്ഞൂടാ. അവനറിയാം. നിസ്സാരമായിട്ടാണ് നിങ്ങൾ പരസ്പരം ഭാര്യമൃതം പരസ്പരം ബഹുമാനിക്കണം. ഞാൻ തന്നെ സ്നേഹം കുടുംബം എന്റെ ഭാര്യ വിളിക്കുന്നത് എന്താണെന്ന് മോളെ എന്നാണ് വിളിക്കുന്നത്. അവർക്ക് സ്നേഹം കുടുംബം എന്നെ വിളിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. എന്തോന്നാ വിളിക്കുന്നത്? മോനേന്ന്. എന്റെ ഭാര്യയെ മോനേന്ന് വിളിക്കും. പക്ഷെ അതിന്റെ മുമ്പ് വേറെ പലതും കാണുമെന്നില്ല. ഇതാകുമ്പോ ഒരു മോനേന്നൊക്കെ വിളിക്കാനുള്ള രൂപമുണ്ട്. നിങ്ങൾക്ക് അതുണ്ടാ? നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെ മോളേന്ന് വിളിച്ചിട്ടുണ്ടോ? എങ്ങനെ തോന്നുന്നു? ഇതാ, അയ്യോ, ഇതിനെയൊക്കെ കണ്ടാ മോളേന്ന് വിളിക്കും. ഒറ്റ മിനിറ്റ്, ഇവർ തമ്മിലെ അഡ്ജസ്റ്റ്മെന്റിന്റെ ഉറപ്പാണ്. ആ ചേച്ചി ഒന്ന് പുള്ളി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തീരാണ്. അതെ പെങ്ങളെ, ഇത് എന്തോ ഒരു കിട്ടില്ല. ഞാൻ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് പറഞ്ഞത് ചേച്ചി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ എങ്ങനെ കുട്ടികളെ മുഖത്ത് നോക്കി പറയാ? കുട്ടി എന്നെ നോക്കി എന്താ? ചേച്ചി പറഞ്ഞോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അയ്യോ, എന്റെ ചേച്ചിയുടെ ഭർത്താവുമായിട്ട് നല്ല ഒത്തൊരുമയിൽ പോവാനാ പറഞ്ഞ. കുടുംബമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ചുമ്മാ. ഞാൻ പെണ്ണുമ്പിള്ളേരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. നല്ല ഞാൻ പറഞ്ഞിട്ട് കേൾക്കില്ല. നീ പറഞ്ഞൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എന്തോന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്? അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടാടി. നിന്റെ സ്വഭാവം വക്കീലിന് വരെ മനസ്സിലായി. അല്ലെങ്കിൽ അങ്ങനെ സ്വന്തം ഭർത്താവിന്റെ ഭാര്യ അഡ്ജസ്റ്റ് കൊടുക്കണമെന്ന് ഒരു ഭാര്യയാണോ? ഒരു ഭർത്താവിന്റെ മൂത്തോട്ടി ഒരു ഭാര്യ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാന്ന് പറയാം. എന്റെ സാറേ, നിങ്ങളല്ലാതെ ഈ വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത മനുഷ്യനോട് സംസാരിക്കോ? സാറേ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഇത്രയും വർഷം നീ എന്നെ തേക്കായിരുന്നല്ലേ? അവിടെ മൈസൂർ എണ്ണ കാച്ചിയ മൈസൂർ എണ്ണ വെച്ച് കാർക്കൂന്ന ഉണ്ടാക്കിയല്ലേ? എന്തേലും ഇത് അത് ഇനി വേറെ വല്ല ഒട്ടിച്ചൊട്ടില്ലാടി. നിങ്ങൾ വേറെ വല്ല ശല്യമാണ് സാറേ. എന്റെ ഇത്രയും പ്രായമായ അച്ഛന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചീത്ത വിളിക്കും. എന്താണ് കാണിക്കുക? എന്റെ അമ്മാവിന്റെ മുഖത്ത് ഞാൻ ചീത്ത വിളിക്കും. സാറേ, എന്റെ അമ്മാവ് നടന്നു വരുമായിരുന്നു. ഞാൻ ചോദിച്ചു, ഒറ്റ ചോദ്യമുള്ളൂ, വല്ല കൃഷിയും ചെയ്തുകൂടായിരുന്നു? അതെങ്ങനെയാണ് ചീത്ത വിളിക്കുന്നത്? എന്ത് കൃഷിയാണെന്ന് നോക്കി. എന്ത് കൃഷി? വാഴ കൃഷിക്ക് എന്താ? എനിക്ക് പകരം വാഴ കൃഷി വെച്ചാ വെക്കായിരുന്നില്ലെന്ന്. അത് മാത്രമല്ല, അതൊക്കെ പോട്ട് എന്റെ മുഖത്ത് വെച്ച് തെറി വിളിക്കുന്നു. എന്റെ കുഞ്ഞു നിൽക്കുമ്പോ തെറി വിളിക്കും. എന്റെ വായിൽ നിന്ന് കച്ചട്ടപ്പ പോലത്തെ ഒരൊറ്റ വാക്കോട് വന്നിട്ടില്ല, അറിയാം. അയ്യോ, എന്റെ ദൈവമേ, സാറിനോട് പറയാൻ കൊള്ളത്തില്ല. അമ്മാര് തെറിയാണ് വിളിക്കുന്നത്. നിങ്ങൾ വാങ്ങോളെ, ഞാൻ പറഞ്ഞുതരാം. സാറിനോട് പറയാൻ പറ്റില്ല, അതുകൊണ്ടാ. നിങ്ങൾ വാ ചെയ്താ ഞാൻ പറഞ്ഞു. അല്ല, കട്ടിക്കായിരിക്കുമല്ലോ അപ്പോഴും. നീ ആ സ്ത്രീ എന്തെങ്കിലും പറയണം. എത്ര ചീത്ത വിളിച്ച ആ സ്ത്രീ തിരിച്ചെന്തെങ്കിലും പറയും. ആ സ്ത്രീ തിരിച്ചു പറയാമോ? സാറോ കേൾക്കണോ? ഇങ്ങോട്ട് കാത് കൊണ്ടുവാ. എന്നാ ആ രണ്ടാമത് പറഞ്ഞ എന്താന്ന്? അത് എന്റെ കയ്യിൽ നിന്ന് ചെറുതാറ്റിലാണെന്ന് കളിച്ചതാ. ചെറുതാറ്റി
നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ തുറന്ന് സംസാരിക്കണം. ഇത്രയും തുറന്ന് സംസാരിച്ചാ പോരെ? അല്ലെ ഈ ചീത്ത പറയാൻ എന്താ പറഞ്ഞത്? തുറന്ന് സംസാരം എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ പെരുമാറും. നടക്കാത്ത ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഒന്ന് സ്നേഹത്തോടെ തീർന്നുള്ള പ്രശ്നമുണ്ട്. മോള് ചേച്ചിയായിട്ടൊന്ന് അഭിനയിക്കുക. ഞാൻ പുള്ളിയാണ്, പുള്ളിക്ക് ഡൂപ്പാണ്. നമ്മൾ അഭിനയിച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ പെരുമാറുന്ന. അങ്ങനെയാണ്, അതുപോലെ അങ്ങ് ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല കേട്ടോ. ചായ കുടിക്കും എന്നിട്ട് ജോലി ചെയ്യാം. മോള് കുടിച്ചോ? ഞാൻ കുടിച്ചു. ഏട്ടൻ കുടിക്കും. മോള് കുടി. എന്റെ ഏട്ടൻ കുടിച്ചോ? ഭക്ഷണം കഴിച്ചോ? ഇല്ല, എന്റെ ഏട്ടൻ വന്നിട്ട് ഒരുമിച്ച് ഇരുന്ന് കഴിക്കാം. ശരീരം നോക്കണ്ടേ എന്റെ ചുന്നരി കുട്ടി? ഇവിടെ കള്ള ഇത്രയും ഉള്ളതങ്ങ് ചെയ്ത് എന്നെ കൊണ്ട് പറ്റില്ല. ഇവിടെ ഒന്ന് സംസാരിച്ചു ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ചായ വേണോ? അല്ല നിങ്ങൾ കുടി. മോള് കഴിച്ചോ? ചുന്നരി കുട്ടി. അപ്പൊ പോടാ കള്ള. ഇത്രേ ഉള്ളൂ. എന്നെ കൊണ്ട് ഒരു ചായ ഒന്നുമില്ല. അടിച്ചുപൊളിയായിട്ട് ചെയ്യണം, കാശ് വരാൻ ചെയ്യണം. അടിച്ചുപൊളി ചായ ഇതൊക്കെ നമ്മൾ ചെയ്തോലെ. ചായ ഉടനെ ചൊക്കത്തടിച്ചു പോയല്ലോ. വല്ല വാരി കേട്ടണം. അതിന് തരണം വല്ലതും. മൊത്തം ക്ഷീണിച്ചല്ലേ. കണ്ട പെണ്ണുങ്ങളെ മുമ്പ് എന്നെ ഇനി ശരിയാവില്ല. ഇനി നമ്മൾ പറഞ്ഞൊരു കാര്യമില്ല. ഞാൻ ഡിവോഴ്സ് കൊടുക്കാം.